ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിൽ വിത്ത് പൊന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ പുതിയ ചലഞ്ച് കണ്ടുപിടിച്ച് വന്നേക്കാണ്. എന്താണ് ഇന്നത്തെ ചലഞ്ച്? പറയൂ. വീൽ ഓഫ് പണിഷ്മെന്റ്. യെസ്, വീൽ ഓഫ് പണിഷ്മെന്റ്. അതായത് നമ്മൾ കുറച്ച് പണിഷ്മെന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ കുറച്ച് ഗെയിംസും ഉണ്ടാവും. അപ്പോൾ ആ ഗെയിം കളിച്ച് അതിൽ ഫെയിൽ ആവുന്ന ആൾ ഇത് സ്പിൻ ചെയ്യും, ഇതിൻ്റെ പണിഷ്മെന്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ ഗെയിം. ഈസി ആണോ ചോദിച്ചാൽ ഈസി ആണ്, എന്തെങ്കിലും കുറച്ച് ടഫായിട്ടുള്ളത് കൊണ്ട് എല്ലാ ഗെയിമിലും ഞാൻ തോക്കും, ഇവള് ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഒരു സിമ്പിൾ റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 റൗണ്ട് പോവും. അതിൽ ജയിക്കുന്ന ആള് ഓക്കെ, ഫെയിൽ ആവുന്ന ആള് സ്പിൻ ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം. കള്ളക്കളി കളിക്കല്ലോ ചേച്ചി. ഇവിടെ എഴുതി താഴെ കാണിക്കണം, മാളു കള്ളക്കളി കാണിക്കല്ലോ, എഴുതി കാണിക്കണം. ബിവെയർ ഓഫ് മാളു. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. 1 point. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. ഞാൻ ചേച്ചി ഇനി പോണോ? അവരുടെ കൂടെ കളിക്കും. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. 3. ചേച്ചി തോറ്റിരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ തോറ്റിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് സ്പിൻ ചെയ്യാം. പണിഷ്മെന്റ് ഞാൻ സ്പിൻ ചെയ്യാൻ പോവാണ്. സ്പൈസി ഷോട്ട്. വാവ് ഗായ്സ്, സ്പൈസി ഷോട്ടാണ് വന്നേക്കുന്നത്. സ്പൈസി ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒറ്റ സ്പൂണിൽ ഒറ്റ ഇത് കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് കഴിക്കാം. ഗായ്സ്, സ്പൈസി ഷോട്ടിന്റെ സാധനം ഇവള് പോയി എനിക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ടൊമാറ്റോ സോസിൽ മുളക് പൊടി മിക്സ് ചെയ്ത് ഭയങ്കര സ്പൈസി ആവും. ടൊമാറ്റോ സോസ് മാത്രമാണ് പറഞ്ഞത്. ഞാൻ വന്ന് നോക്കിയപ്പോ ഈ സ്പൂണിന്റെ സൈഡിൽ മുളക് പൊടി. സ്പൈസി ആവണ്ടേ, അതിന് വേണ്ടി വരും. ആദ്യത്തെ പണിഷ്മെന്റ് ആയുള്ളു. മാളു, നീ സൂക്ഷിച്ചോ. ഓക്കെ ഗൈസ്, അപ്പൊ ആദ്യത്തെ പണിഷ്മെന്റ് എടുക്കാം. എനിക്ക് പേടിയാവും. എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ വരും. കഴിക്ക്. വെള്ളമുണ്ട്. നീ എന്ത് മുളക് പൊടി ഇട്ട? കാശ്മീരിയോ അതോ സാധാ നോർമൽ മുളക് പൊടി? ഇല്ലില്ല, ഞാൻ സാധാ മുളക് പൊടി ഇട്ടത്. എരിവുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ ഇത് ഉള്ളിൽ ചെന്നതിന് ശേഷം എനിക്ക് കഴിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു പുകച്ചില്. ഓക്കെ ഗൈസ്, അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഇവിടെ ഒരു പെപ്സി, ഒരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1 by 1 ഞാനും ഇവള് മാറി ഇങ്ങനെ ഒഴിച്ചോണ്ടേ ഇരിക്കും. ആദ്യം ഇത് തുളുമ്പി വീഴുന്നത് ആരൊഴിച്ചിട്ടാണ് അവര് ഔട്ട്. ഓക്കെ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണേലും ഒഴിക്കാം. അത് നമ്മുടെ ബുദ്ധിപരമായിട്ട് കളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എത്ര കൊള്ളൂന്ന് അറിയില്ല. എന്തായാലും ഇതിനെക്കാട്ടി കൂടുതലുണ്ട് കുപ്പിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാള് ഒഴിച്ചു. ഫുള്ള് റൗണ്ട് പോവാനുള്ളതാ. തുളുമ്പി ചോദിച്ചോ ഇടി. ഓക്കെ ഗൈസ്, മാളു ആദ്യം തന്നെ നിറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്റെ പൊട്ടേക്ക്. ഇതിന് നല്ല സൂക്ഷ്മമായി നിരീക്ഷിക്കണം നമ്മൾ. ഞാൻ ശ്രദ്ധിക്കും. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ അതല്ല, ഇതിലേ കൂടെ സ്പ്ലിറ്റ് ചെയ്ത് താഴെ വീണു. നിന്റെ കള്ളക്കളി ഇനി ഇവിടെ നടക്കൂല. ഓക്കെ, അങ്ങനെ ഇവിടെ തോറ്റ സമ്മതിക്കില്ല. നോക്ക്, ക്യാമറ എവിടെ? ഇവിടെ വന്ന് വീണോ? അതെങ്ങനെയാണെങ്കിലും വീണോ ഇവിടെ? നീ ഗൈസ്, നമ്മള് മാളു
തോറ്റിരിക്കുകയാണ്. അത് സാഹസികമായി തോറ്റു. പിന്നെ നിങ്ങൾ കണ്ടല്ലോ കളിച്ച് അവള് തോറ്റു. ഇവള് ഈ 2K കിഡ്സിന് തോക്കുന്ന സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് എടുത്ത ഞാനാ. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പണിഷ്മെന്റ് വരുമ്പോഴത്തേക്കും ഇവിടെ വാശി പിടിക്കും. അതെന്തിനാ ഇവിടെ പറഞ്ഞത്? എനിക്ക് പറയണം. ഓക്കെ, പെട്ടെന്നാവട്ടെ. പണിഷ്മെന്റ് എടുക്ക്, കാണട്ടെ ഞാൻ. ഓക്കെ ഗൈസ്, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആണ്. ഐ മീൻ ഫൺ ആയിട്ടുള്ളതാണ്. പോസ്റ്റ് ഇറ്റ് എന്ന് പറയുമ്പോ മാളുവിന്റെ ഒരു വൾഗർ ഫോട്ടോ അങ്ങനെയാണ്. ഞാൻ എടുത്തു തരാം. എന്റെ കയ്യിലുണ്ട് മാളുവിന്റെ വൾഗർ ഫോട്ടോ. അത് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. അവള് ഈ നമ്മുടെ ഈ ഷൂട്ട് തീരുന്ന വരെ, നമ്മുടെ ഇത് തീരുന്ന വരെ അത് ചെയ്യണം. അത് ഞാൻ നോക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്, തെളിവ് സഹിതം കാണിച്ചു തരും. ഓക്കെ, അപ്പൊ നമുക്ക് മാളുവിന്റെ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ മാളു തോറ്റു. മാളിന് കിട്ടിയ പണിഷ്മെന്റ് പോസ്റ്റ് ഇട്ടാണ്. ഇത് മാളുവിന്റെ ഫോണാണ്. ഇതിൽ ആദ്യം ഇവള് സ്റ്റാറ്റസ് ഹൈഡ് ചെയ്തിട്ടിരുന്നു. ഞാനത് കണ്ടുപിടിച്ചു. വീണ്ടും കള്ളക്കളിയോ ഈ 2K കിഡ്സിന്റെ ഒരു കുരുട്ട് ബുദ്ധി. അപ്പൊ ഞാൻ ഫോട്ടോ ഇടാൻ പോവാണ്. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ അതിന് മുന്നേ ഫോട്ടോ കാണിച്ചു തരാം. അതിന്റെ ആവശ്യമില്ല ഗൈസ്, ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഈ ഫോട്ടോ ആണ് മാളു സ്റ്റാറ്റസ് ഇടാൻ പോകുന്നത്. ഓക്കെ, ചേച്ചിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്കൊരു ഇതും കൂടി ഇടാം. വൺസ് അപ്പോൺ എ ടൈം. സ്മൈലിംഗ് കൂടെ കിടന്നിട്ട് ഓ വാവ്. ഇത് ഈ പോസ്റ്റ് ഇനി നമ്മുടെ ഈ ഷൂട്ട് തീരുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ കിടക്കും. നമുക്ക് എല്ലാവരുടെയും ഫോണിൽ നിന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം ഇത് വന്നോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. 0 വ്യൂ. ഇനി ഇത് തീരുന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ അഭിലാഷിന്റെ ഫോണിൽ നോക്കട്ടെ. ഓ, വെരി സ്മാളു. അഭിലാഷിന്റെ കോണ്ടാക്ട് ഒന്നും സേവ്ഡ് അല്ലെന്ന് തോന്നുന്നു ഇതില്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. വന്നല്ലോ, എന്നിട്ട് സ്റ്റാറ്റസ് കാണുന്നില്ലല്ലോ. എന്താടി, നീ എന്തെങ്കിലും ഇതിൽ ചെയ്തു വെച്ചോ? 1 വ്യൂ വന്നോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് അപ്പൊ അടുത്ത റൗണ്ടിലേക്ക്. 4 പേരെയല്ലേ ഐഡി ചെയ്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, വട്ടായോന്ന്. ഓക്കെ, ഫോൺ മാറ്റി വെച്ചേക്ക്. ഇനിയിപ്പോ മെസ്സേജസ് വന്നോണ്ടിരിക്കും. ഇവിടെ വെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ പാട്ട് നോക്കാണ്ട്. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പണിഷ്മെന്റ് ഇനി ആർക്ക് കിട്ടുമോ നോക്കാം. വേഗം തീരട്ടെ. ഓക്കെ, ശരി, നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. 2 റൗണ്ടേ ആയിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടങ് ട്വിസ്റ്റർ ആണ്. അപ്പൊ നമ്മളൊരു ടങ് ട്വിസ്റ്റർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 5 ആണോ 3 ആണോ? 5. പിന്നെ 5 തവണ നമുക്ക് സ്പീഡിൽ പറയാം. തോക്കുന്ന ആള് പറഞ്ഞു. ഓക്കെ ഓക്കെ, ടൈം തുടങ്ങാൻ പോവാണ്. റെഡി, 1 2 3. കാക്ക കത്തിയ കുത്തിയ കല്ല്. പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. എന്താ ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കണതാ. പറയട്ടെ. കാക്ക കത്തി കുത്തിയ കല്ല്, കത്തി കൊണ്ട് കുത്തിയ കാക്ക. ഇവൾ ഓൾറെഡി തെറ്റിച്ച് മാളു നീ. ഞാൻ പറയുവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കാക്ക കത്തി കുത്തിയ കല്ല്, കത്തി കൊണ്ട് കുത്തിയ കാക്ക. 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 എന്തായാലും ഇത് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മാളു ആദ്യം തന്നെ തെറ്റി. അല്ല, ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കാൻ വരുമായിരുന്നു. എടി, നിന്റെ ഉഡായിപ്പേ ഇവർക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. ചേച്ചി പറ. ഓക്കെ, ചേച്ചി ഇവിടെ കാണാതെ പഠിച്ചോണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് നോക്കിയില്ല. ഓക്കെ, പറ. കാക്ക കത്തി കുത്തിയ കല്ല്, കത്തി കൊണ്ട് കുത്തിയ കാക്ക. 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 5 എണ്ണം. ഇതില് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നീ ആണ് ഈക്വലാ. ഓക്കെ, അപ്പൊ ഈ റൗണ്ടില് 2 പേരും ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പണിഷ്മെന്റ് ഇല്ല. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അതെ, ഓക്കെ ഗൈസ്, അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ട് എന്ന് പറയുന്നത് സോങ് ഐഡന്റിഫിക്കേഷൻ ആണ്. അതായത് ഞാനൊരു ഹമ്മിങ് പറയും. അതായത് ഒരു സ്റ്റാൻസയുടെ 2 3 വരി പറയും. പാടുവോ പറയോ, പാടിക്കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പറഞ്ഞു കൊടുക്കണായിരിക്കും കുറച്ച്. പാടിയാലേ പാട്ട് മനസ്സിലാവുള്ളൂ. അറിയാവുന്ന പോലെ മനസ്സിലാക്കാണ്ടിരിക്കണം. പക്ഷെ എന്നാലും പാട്ട്
ഇതാ പാടി പറഞ്ഞാലേ ഇതാവുള്ളൂ. അപ്പൊ അത് പറയുന്നു. ട്യൂണൊന്നും മാറ്റി പാടില്ല, ഇതൊരു ചവിട്ട് വെച്ച് തരും. പാട്ട് ഒറിജിനൽ പാട്ടിന്റെ ഇത് പാടിയാൽ മതി. അത് കണ്ടുപിടിക്കാമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാം. ഞാൻ കുറെ പാട്ടൊക്കെ തപ്പിപ്പിടിച്ചു, പക്ഷെ ഇത് എളുപ്പമുള്ളൊരു പാട്ടാണ്. ഓക്കെ, 2 ലൈനാണേ. പാടാ പറഞ്ഞൂടെ. ഇന്നലെ പെയ്ത മൊഴിയും ഇലയും ഒരു പൂമുളം കാട്ടുപോലും ദേവരാഗങ്ങൾ മെനയും അമരമനം ഇന്ദ്രചാപങ്ങളാക്കി. ഞാൻ 3 ലൈൻ പാടി. ഏത് പാട്ട്? കണ്ടുപിടിച്ചതാണോ? ടൈം ഞാൻ 10 സെക്കൻഡ്സ് വെക്കാമേ. എനിക്ക് പാടില്ലാട്ടോ. 1 ഒന്നോടെ പാടി. ഇന്നലെ പെയ്ത മൊഴിയും ഇലയും ഒരു പൂമുളം കാടുപോലും ദേവരാഗങ്ങൾ ഇന്ദ്രജാപങ്ങളാക്കി. 1 2 3 എനിക്കറിയില്ല. 4 ടൈം പോട്ടെ. 5 ഞാൻ 6 സിമ്പിൾ പാട്ടാട്ട 7 8 9 10. മാള് ഔട്ട്. അടുത്ത എന്റെ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പാട്ട്. അല്ല ചേച്ചി പാട്. എന്താണ് കഴിഞ്ഞിട്ട് പാട്. എങ്ങനെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണം ഇപ്പൊ. ആകാശദീപം ഇന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ഓക്കെ, ഇതിന് മാള് പറയോ നോക്ക്. എന്റെ പാട്ട് എളുപ്പാ. അത് എനിക്കറിയാം, ഇവിടെ കണ്ടുപിടിക്കണമായിരുന്നു. ഇവരെ പോലെ പഴയ പാട്ടൊന്നും ഞാൻ എടുത്തോണ്ട് വരില്ല. എന്നാലും ഞാൻ പഴയതാണ്. ഇവിടെ ഒരു പഴഞ്ചിയാണ്, പഴഞ്ചിയാ. ഓക്കെ ഗൈസ്, അപ്പൊ ആദ്യത്തെ പാട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, അവള് തോറ്റു. ഇനിയിപ്പം ഇവളിത് എനിക്ക് പറഞ്ഞായിരുന്നു. ഞാനും തോക്കുവാണെങ്കിൽ നമുക്ക് 2 പേർക്കും പണിഷ്മെന്റ് എടുക്കണം. ചേച്ചി ഇത് ജയിക്കാൻ ചാൻസ് കൊടുത്തില്ല. ഞാൻ അത്രയ്ക്ക് എനിക്കറിയില്ല. ഓക്കെ, എളുപ്പമുള്ള പാട്ടാ. ഞാൻ നന്നായിട്ട് പാടുന്നോണ്ട് ചേച്ചിയുടെ പാട്ട് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ. ഓക്കെ പറ. ഓക്കെ, അടുത്തത്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ പൊന്നിനത്തൊരു പെണ്ണാണ്. അയ്യോ ദേവനിലാവാണ് താമരക്ക്. 10 സെക്കൻഡ് ആയില്ലല്ലോ. അവളിൻ കളിത്തോഴിയോ. അങ്ങനല്ല, 1 തൊട്ടുണ്ട്. ഞാൻ ഇപ്പൊ സമയം എന്നെ സമ്മതിക്കുന്നില്ല, എന്നെ ഓർക്കാൻ സമ്മതിക്കുന്നില്ല. ആള് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തോ 1 2 3 അങ്ങനല്ല. 1 മുറ്റത്തെത്തും തെന്നലേ കൊറേ സമയം കിട്ടും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ വീഡിയോയില് ഞാൻ 2 തവണ ഇവക്ക് പാടി കൊടുത്തു. അതിനുശേഷം ഞാൻ 1 2 3 ഇവൾ ഒരു തവണ പാടി എന്നെ ഓർക്കാൻ പോലും ഉള്ള പാട്ട്. അപ്പൊ ചേച്ചിക്കും കൂടെ പാടാൻ പറ്റി. അപ്പൊ ഇങ്ങനെ പാടി പാടി ഏതൊക്കെ കിട്ടിയില്ല. ഇത് ഈ ഫോണായിരുന്നോ? സ്പിൻ നമുക്ക് ചെയ്യാം. മറ്റേ മോഹൻലാലിന്റെ ഒരു സിനിമയില് മുറ്റത്തെത്തും തെന്നൽ. ഓക്കെ, മാളു സ്പിൻ. ഓ ഞാനായിരുന്നല്ലോ. വന്നത് ഇനി വരുവാണെങ്കിൽ നമുക്ക് വേണ്ട കേട്ടോ. വെരി സിമ്പിൾ. 100 to count down from 100. അപ്പൊ 100 ബാക്കിലോട്ട് കൗണ്ട് ചെയ്യണം. ഈസി ആയിട്ടുള്ള അത് എനിക്കൊന്നും മതിയായിരുന്നു. ഓക്കെ, റെഡി? 1 2 3 ഗോ. 100 99 98 97 96 95 94 93 92 91 80 89 അയ്യോ സോറി. ഒരു ചാൻസും കൂടെ മാളുവിന് കൊടുക്കാം. ആദ്യത്തെ അവള് തെറ്റിച്ചു. പറ. 100 99 98 97 96 95 94 93 92 91 90 99 അടുത്ത സ്പിൻ എടുക്കും ആള്. പണിഷ്മെന്റ് കൊടുക്കുന്നതും കൂടെ തെറ്റിക്കുന്ന ഒരാള്. ഓക്കെ, സ്പീക്ക് ലൈക്ക് എ ബേബി. ഞങ്ങളുടെ വീട്ടിലുള്ള ബേബി അല്ലുവാ. പോലെ ഞാൻ ആക്ഷൻ അല്ല, സ്പീക്ക് ഓൺലി. സ്പീക്ക് ഓൺലി. ഓക്കെ, ഒരു 20 സെക്കൻഡ്സ് മതി. അതെ, സ്റ്റാർട്ട്. അല്ല മമ്മ പറയില്ല. മമ്മേനെ പട്ടി പട്ടി. സ്പീക്ക് ലൈക്ക് ബേബി. ബേബി വരണം. ഇല്ലേ അടുത്ത സ്പിൻ എടുപ്പിക്കും ഞാൻ. പട്ടി പാപ്പ പട്ടി. സ്പീക്ക് ലൈക്ക് എ ബേബി. എനിക്ക് കൂട്ടി വരുവാ കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെയൊന്നും ഇവിടത്തെ കൊച്ചങ്ങനെ അങ്ങനെ ബേബി എന്ന് പറഞ്ഞ ബേബി. ഇവിടത്തെ കൊച്ചിനെ ഇങ്ങോട്ട് ബേബിയുടെ ആണ് കറക്റ്റില്ലേ? ഞാൻ ഈ ഡേറ്റ് കഴിഞ്ഞാൽ പെപ്സി എടുത്ത് കുടിപ്പിക്കുന്നതിന്. പറ. പാപ്പ മമ്മ എന്റെ മോളെ ചോറ് തരട്ടെ. പട്ടി മതി ഗൈസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ചലഞ്ചിലേക്ക് പോവാം. ഇത് എന്ന് പറയുന്നത് നോ എക്സ്പ്രഷൻ ചലഞ്ച്. എടുക്കൂ. ഞങ്ങൾ 2 പുളിയുള്ള മാങ്ങ, പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. ഇതിൽ എനിക്ക് ഇവിടെ സംശയമുണ്ട്, കാരണം എനിക്ക് ഇവിടെ മുഖം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആള് പറയണം. എനിക്കിത് മുന്നേ എക്സ്പ്രഷൻ വരുന്നു. ഒരു എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. ചിരിച്ചാലും ഔട്ടാണ്. എന്ത് എക്സ്പ്രഷൻ ഇട്ടാലും ഔട്ടാ. വെയിറ്റ്, എനിക്കും ചിരി വരുന്നു. പറയണം കേട്ടോ കറക്റ്റ് ആയിട്ട്. അവിടെ നിൽക്കുന്ന ആൾക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ നിൽക്കും. ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ. ഓക്കെ, റെഡി? 1 2 3 ഗോ. വന്നില്ല. ഞാൻ പറഞ്ഞ നാരങ്ങ വെക്കാന്ന്. നാരങ്ങ കട്ട് ചെയ്യാം. ഇതിൽ എക്സ്പ്രഷൻ വന്നില്ല ഗൈസ്. നാരങ്ങ എടുക്കാം. ഫ്രഷ് ആയിട്ട് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് മതി. അയ്യോ, ഇത് ഇങ്ങനെ വലിയ പീസ് തിന്നാൻ പറ്റുമോ നമുക്ക്? പിഴിഞ്ഞ് വായിലേക്ക് കുഴിച്ചാൽ മതി. നാരങ്ങ ജ്യൂസ് ഇത്തിരി വെള്ളം കുടിക്കും. ഓക്കെ, എക്സ്പ്രഷൻ കാണിക്കണം. അങ്ങനെ ആദ്യം ചേച്ചി തിന്നെ. അതെങ്ങനെയാ? എനിക്ക് എക്സ്പ്രഷൻ കാണും. വേണ്ട, നോക്കിയാ മതി എക്സ്പ്രഷൻ. ഇത് ആരെങ്കിലും തീർന്നാലും എക്സ്പ്രഷൻ ആരും തോന്നുന്നില്ല. ഈ റൗണ്ടിൽ 2 വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. എക്സ്പ്രഷൻ വന്ന ഇവക്ക് ഇല്ല. ഓക്കെ, 2 പേരും ജയിച്ച് നമുക്ക് സ്പിൻ ചെയ്യണം. പിന്നെ വെറുതെ ജയിക്കും. ഓക്കെ, 2 ഇതിൽ കുറച്ച് പണിഷ്മെന്റ്സ് ഒക്കെ എടുത്തു. ആക്ച്വലി ഇതിലൊരു പണിഷ്മെന്റ് ആണ് ഇപ്പൊ ചെയ്തത്, ലെമൺ ചോക്ക്. ഇതുള്ളതായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊരു മലയാള ആൽഫബറ്റ് ഇവിടെ അടുത്ത് പറയും. ആ ആൽഫബറ്റിൽ, അതായത് ആ ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻസും ചോദിക്കും. പേര്, അങ്ങനെ. അത് വിത്തിൻ സെക്കൻഡ്സ് ഓർക്കുന്ന പെട്ടെന്ന് പറയണം. ഓർത്തിങ്ങനെ നിൽക്കുവാണെങ്കിൽ ഔട്ടാവും. ഒരു 1 സെക്കൻഡ് ഒക്കെ ഓക്കെ. അത് കൂടുതലാണെങ്കിൽ പറ്റൂല. ഓക്കെ, ചോദിച്ചോ. ചേച്ചി തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. അല്ല, ചേച്ചി തുടങ്ങിക്കോ. ഞാൻ തുടങ്ങാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവർക്ക് കൊടുക്കുന്ന അക്ഷരം ഓക്കെ. പേരെന്താ? തത്തമ്മ. സ്ഥലം എവിടെയാ? താമരശ്ശേരി. രാവിലെ എന്താ കഴിച്ചേ? താറാവ്. അച്ഛൻ്റെ പേരെന്താ? തങ്കച്ചൻ. ചോദിക്കണോ? ക്വസ്റ്റ്യൻ മറന്നുപോയി ഞാൻ. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിച്ചേ? താമരശ്ശേരിയിലെ ഒരു സ്കൂളിൽ. ഓക്കെ, മാളു. ഇനി അടുത്തത്. ഇത് ഞാൻ എളുപ്പമുള്ള ഇതാണ്. ഞാൻ പറയട്ടെ. ഞാൻ തോക്കൂന്നാ തോന്നുന്നു ലാസ്റ്റ്. അപ്പൊ ഇവിടെ ആരും ജയിച്ചത് നമ്മൾ നോട്ട് ചെയ്തില്ല കേട്ടോ. പണിഷ്മെന്റ് എടുക്കാൻ ആരൊക്കെയാണ്? ഈക്കലൊന്നല്ല, ഇവളാ തോറ്റത്. ഇവളെ കൊണ്ട് പണിഷ്മെന്റ് എടുത്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. പേരെന്താ? രാഗി. രാഗിയുടെ വീട് എവിടെയാ? രവിപുരം. രാവിലെ എന്താ കഴിച്ചേ? രാഗിപ്പുട്ട്. രാവിലെ വീട്ടിലാരൊക്കെ ഉണ്ട്? രാമച്ചൻ. ഗൈസ്, ചേച്ചി തോറ്റു. എങ്ങനെയാന്ന് അറിയണമെങ്കിൽ മതി. എന്നായിരുന്നു? രാഗിപ്പുട്ട്. രാഗിപ്പുട്ട് എന്താ? രാഗിയല്ലേ? രാഗിയല്ല, റാഗി. ഞങ്ങളിവിടെ റാഗി എന്നാ പറയണേ. ഓ ശരി. അപ്പൊ ചേച്ചി തോറ്റു. ചേച്ചി കറക്കിക്കോ. ഓക്കെ, ദ ലാസ്റ്റ് വൺ. ലെമൺ ഷോക്ക് വന്നാ ഞാൻ ഓൾറെഡി ചെയ്തതായിരുന്നു. സ്പീക്ക് ലൈക്ക് എ ബേബി കിട്ടിയതാ. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയതാ. സിംഗ് വിത്ത് ഇമോഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാല് നീ ഒരു പാട്ട് സെലക്ട് ചെയ്ത് തരണം. എന്നിട്ട് ഒരു ഇമോഷനും പറയണം. അത് ആ ഇമോഷൻ വെച്ചിട്ട് ആ പാട്ട് പാടണം. പാട്ടും പറഞ്ഞിട്ട് ഇമോഷനും പറഞ്ഞു. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ അത് ഞാൻ ഗൂഗിളിൽ നിന്ന് ലിറിക്സ് എടുക്കാം. DJ ഒരു അടിച്ചു പൊളിച്ചുള്ള പാട്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് പാടിയാൽ മതി. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്,
സിങ് വിത്ത് ഇമോഷൻ ആണ് വന്നത്. അതായത് ഇവളൊരു പാട്ട് സെലക്ട് ചെയ്യും, അവൾ ഇമോഷൻ പറയും, ആ ഇമോഷനിൽ ആ പാട്ട് പാടണം. ഞാൻ ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ട് ചേച്ചി ചിരിച്ചോണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് വേണം അങ്ങനെ വേണം. ഇത് വേണം, ഇത് കിട്ടണം. സോറി, പാട്ട് ഫുള്ള്. ഇത് ഏത് പാട്ടാ? സർവം മായയിലെ പാട്ടാണ് ഗൈസ്. പുതുമഴ വീണ പോലെ ഒരു 5 വരി പാടുള്ളൂ, ആദ്യത്തെ ഇത്രയും അല്ല. പിന്നെ ഞാൻ ഗാനമേളം നടത്തും ഇവിടം വരെ പിന്നെ ചിരിച്ച് ചിരിച്ച്. ഓക്കെ, എനിക്കിപ്പോഴേ ചിരി വരും. പുതുമഴ വീണ പോലൊരാൾ അഴകിലിരുന്ന രാത്രി ഹൃദയമനദി ഗൈസ് 10:30 രാത്രി. ചിരിമണിമാല കോർത്തിത നിറയുകയായി മരം സ്വയം. മതി ഗൈസ്, ഇപ്പൊ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് കൂടുതൽ പണിഷ്മെന്റ് വാങ്ങി മാളു ഈ ചലഞ്ചിൽ തോറ്റിരിക്കുകയാണ് ഗൈസ്. അടുത്ത ചലഞ്ചുകൾ ഇനി ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ചലഞ്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ചലഞ്ചുമായിട്ട് കാണുന്നത് വരെ ബൈ.